രോഹിതേട്ടാ, ശബരിമല സ്വർണ്ണക്കൊള്ള കേരളത്തിൽ വലിയ വിഷയമായിരുന്നു. കുറെ നാൾ മൗനം പാലിച്ചതിന് ശേഷം ഇപ്പോഴും വിഷയമാണ്. കുറെ നാൾ മൗനം പാലിച്ചതിന് ശേഷം ഇടതുപക്ഷം പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ കയറ്റിയത് ഉമ്മൻചാണ്ടിയാണ്, അതിന് ആശീർവാദം കൊടുത്തത് സോണിയാഗാന്ധിയാണ് എന്നൊക്കെയാണ്. അപ്പോൾ എന്താണ് പണ്ട് ഇപ്പോൾ ഈ പറയുന്നത് പോലെ സോണിയാഗാന്ധിയെ ഇവിടെ നിന്ന് SIT സംഘം ചേസ് ചെയ്ത് പോയി പിടിച്ചകത്താക്കും? ഉറപ്പായിട്ടും അങ്ങനെ വേണമല്ലോ. സ്വാഭാവികമായിട്ടും ഭരിക്കുന്ന പാർട്ടിയുടെ വലിയ നേതാക്കന്മാർ അവര് ചാനൽ ചർച്ചകളിൽ ഇരുന്നുകൊണ്ട് സോണിയാഗാന്ധിയെ കുറിച്ച് എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല, സോണിയാഗാന്ധിയുടെ കയ്യിൽ ചരട് കെട്ടിക്കൊടുക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി, ഈ സ്വർണം വാങ്ങിയ ബിസിനസ്സുകാർ, വ്യവസായികൾ, ഇവർക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ, സോണിയാഗാന്ധി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നോക്കി ചിരിക്കുന്നു, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാര്യ ഒപ്പം നിൽക്കുന്നു, ഈ ചിത്രങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് ഇതിനെ പ്രതിരോധിക്കുന്നത്. നോക്കൂ, കേരളത്തില് വളരെ രസകരമായ ഒരു സംഭവമാണ്. ഈ സോണിയാഗാന്ധിക്ക് ഇത്രയും വലിയ കഴിവുകളൊക്കെ ഉള്ള ഒരാളാണ് എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. കാരണം ഡൽഹിയിൽ ഇരുന്നു കൊണ്ട് കോൺഗ്രസിനെ നയിക്കുന്ന ex-MP, അല്ലാതെ രാജ്യത്തെ പ്രധാനമന്ത്രി ഒന്നും ആയിരുന്നില്ലല്ലോ സോണിയാഗാന്ധി. അപ്പൊ ആ സോണിയാഗാന്ധി അവിടെ ഇരുന്നു കൊണ്ട് അടൂർ പ്രകാശ് നിർദ്ദേശം കൊടുക്കുകയാണ്. അടൂർ പ്രകാശ്, നിങ്ങളുടെ കോന്നി മണ്ഡലത്തിൽപ്പെട്ട ശബരിമലയിൽ കുറച്ച് സ്വർണ്ണം ഇരിപ്പുണ്ട്, ഞാനൊരു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അങ്ങോട്ട് വിട്ടിട്ടുണ്ട്, ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ട് വിട്ട സ്വർണ്ണം എടുത്ത് ഇങ്ങെടുത്ത് കൊണ്ട് കൊടുത്ത പണം ആരും അറിയാതെ ഇങ്ങ് എത്തിക്കണം എന്നൊരു നിർദ്ദേശമാണ് കൊടുത്തതെന്നാണ് തോന്നുന്നത്. അപ്പോ എന്റെ ഒരു സംശയം, ഇപ്പൊ അഡ്വക്കേറ്റ് വസന്ത തെങ്ങമ്പള്ളി ഒരു ചർച്ചയിൽ പറഞ്ഞതുപോലെ സോണിയാഗാന്ധിയോടൊപ്പം നിൽക്കുന്ന ഈ ഒരു ചിത്രം, ഈ 1-2 ചിത്രങ്ങൾ മാത്രമാണല്ലോ ഇവരുടെ കയ്യിലുള്ളത്. പക്ഷെ പിണറായി വിജയൻ ചിരിക്കുന്ന ഒരു പടം ഗൂഗിളിനോട് ചോദിച്ചാൽ പിണറായി വിജയന്റെ PR ടീം പുറത്തു വിടാത്തതായിട്ടുള്ള ഒരൊറ്റ പടം മാത്രമേ ഗൂഗിളിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ചിരിച്ച് സംസാരിക്കുന്ന പിണറായി വിജയന്റെ ഫോട്ടോയാണ്. അതിനേക്കാൾ അപ്പുറത്തേക്ക് ഭീമാ ജ്വല്ലറിയെ കൊണ്ട് പോലീസിനൊരു വാഹനം സ്പോൺസർ ചെയ്യിപ്പിച്ചത്, അത് പോലീസിന് ഈ ഭീമാ ജ്വല്ലറി പ്രദാനം ചെയ്തുകൊണ്ട് പോലീസിന് കൈമാറിയതിടത്തും ഉണ്ണികൃഷ്ണൻ പോറ്റി ചിരിച്ചുകൊണ്ട് ഈ മഹേന്ദ്ര വാഹനത്തിന്റെ, മഹേന്ദ്രയാണോ ഫോഴ്സാണോ, വണ്ടി പേര് മാറിപ്പോയെങ്കിൽ ക്ഷമിക്കണം, കാരണം ഇവരതൊക്കെ ശ്രദ്ധിക്കുന്നവരാ. അപ്പം പണ്ട് ഒരു വോട്ടിന്റെ ഒരു ട്രോൾ ഇതുവരെ മാറിപ്പോയിട്ടില്ല. അപ്പോൾ ഇത് കൊടുക്കുന്ന ഒരു ചിത്രത്തില് മനസ്സോർന്ന് ചിരിക്കും. എന്തിനാ ചിരിയെ അടക്കി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാരും വിമർശിക്കുന്നു, എന്റെ ചിരി എന്തിനാ ഈ കുട്ടി ഇങ്ങനെ ചിരിക്കുന്നത്. ഒരാൾക്ക് ചിരിക്കാൻ കഴിയുന്നത് ഏറ്റവും വലിയ ഭാഗ്യമല്ലേ. രാവിലെ എനിക്കതിന് പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ഒരാൾക്ക് പൊട്ടിച്ചിരിക്കാൻ പറ്റുന്നെങ്കിൽ പൊട്ടിച്ചിരിച്ചോളൂ, ഒരു കുഴപ്പമില്ല. ഇവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യവും ചിരിക്കാനുള്ള സ്വാതന്ത്ര്യവും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട്. ഇവിടെ ഭരിക്കുന്നത് പിണറായി സർക്കാരാണെന്നേ. അപ്പോ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ഈ വാഹനം ഏറ്റുവാങ്ങുന്ന ചിരിച്ചോണ്ട് നിൽക്കുന്ന പിണറായി വിജയന്റെ ചിത്രമൊക്കെ ഉണ്ട്. അപ്പൊ ലോജിക്കലി ഈ ചിത്രങ്ങൾ വെച്ച് ചിന്തിക്കുമ്പോൾ സോണിയാഗാന്ധി ഡൽഹിയിൽ ഇരുന്നുകൊണ്ട് ഇവിടുത്തെ സ്വർണ്ണം അടിച്ചു മാറ്റി, അല്ലെങ്കിൽ അടൂർ പ്രകാശ് ദേവസ്വം മന്ത്രിയൊന്നും ആയിരുന്നില്ലല്ലോ, അദ്ദേഹം പ്രതിപക്ഷത്താണ് കഴിഞ്ഞ 10 വർഷമായിട്ട്. അപ്പോൾ ലോജിക്കലി ചിന്തിക്കുമ്പോൾ ഇവിടുത്തെ ആഭ്യന്തരം ഭരിക്കുന്ന ഇവരെല്ലാം കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് ഇതിൽ പങ്കുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്ന ഒരു സാഹചര്യം. ഇതിൽ വേറൊരു കാര്യമുണ്ട് ചേട്ടാ. കടകംപള്ളി സുരേന്ദ്രൻ ആരോപണ വിധേയൻ മാത്രമാണ്, N. വാസു ആരോപണ വിധേയൻ മാത്രമാണ്, മുരാരി ബാബു ആരോപണ വിധേയൻ മാത്രമാണ്. പക്ഷെ സോണിയാഗാന്ധിയെ കണ്ട ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രം ആരോപണ വിധേയനല്ല. സോണിയാഗാന്ധി പോലും തെറ്റുകാരിയല്ലേ? ഞാൻ അതില് പോലീസ് SIT ഒരു FIR ഈ പറയപ്പെടുന്ന അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന്റെ പേരിൽ എടുക്കുന്നത് വരെ ഞാൻ കടന്നപ്പള്ളിയുടെ പേര്, കടന്നപ്പള്ളിയല്ല കടകംപള്ളിയുടെ, പാവം പിടിച്ചോ കണ്ണൂർ വൃത്തിയായിട്ടിരുന്നോട്ടെ, വയ്യാൻ തോന്നുന്നു, സുഖമില്ലാതൊക്കെ ഇരിക്കുകയാണ്. അപ്പൊ കടകംപള്ളി സുരേന്ദ്രന്റെ പേരിലേക്ക് ഞാൻ പറയില്ല. പക്ഷെ N. വാസു, മുരാരി ബാബു, പത്മകുമാർ ഇവരൊക്കെ നിരപരാധികളാണ്. ഇവരൊക്കെ CPM ഒരു നടപടിയുമില്ല. നമുക്ക് ഈ തിരഞ്ഞെടുപ്പിന് മുമ്പ് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കവലകളിൽ നമ്മൾ സംസാരിക്കുമല്ലോ, അവിടെ എല്ലാ പാർട്ടികളിലും ഉണ്ടാകും. അപ്പൊ അതിലൊരു സഖാവ് പറഞ്ഞാണ്, CPIയുടെ ഒരു സഖാവായിട്ടോ പറഞ്ഞേ, സത്യത്തിൽ ഈ നാറികളെ അങ്ങ് പാർട്ടിയിൽ നിന്ന് തലേന്നെങ്കിലും ഒന്ന് പുറത്താക്കിയായിരുന്നെങ്കിൽ ആ പേരിൽ കുറച്ച് വോട്ടുകളെങ്കിലും പാർട്ടിക്ക് കിട്ടിപ്പോയനെയായിരുന്നു. അവർക്ക് താല്പര്യമില്ലായിരുന്നെങ്കിലും പൊതുജനത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയെങ്കിലും അത് ചെയ്യാമായിരുന്നു. ഈ പത്മകുമാർ, അപ്പൊ ഇവരെന്തിനും ഭയക്കുന്നുണ്ട് എന്ന് ചിന്തിക്കുന്നത് പറ്റില്ല. പത്മകുമാർ പാർട്ടിക്ക് എന്നും പ്രശ്നക്കാരനാണ്. അതായത് വീണ ജോർജിന് പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വളരെ പ്രാധാന്യം കൊടുക്കുന്നു, അതുകൊണ്ട് തനിക്ക് പാർട്ടിയിൽ വേണ്ടുന്ന പരിഗണന കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിയുടെ ജില്ലാ സംസ്ഥാന സമ്മേളനങ്ങളിൽ നിന്ന് വിട്ടുനിന്ന ആളുടെ പേരാണ് പത്മകുമാർ. ഈ പത്മകുമാറിനെയും വാസുവിനെയൊക്കെയാണ് ഇപ്പോഴും ഇടതുപക്ഷം CPM സംരക്ഷിച്ചു പോകുന്ന നിലപാടെടുക്കുന്നത്. എന്നിട്ട് ഒരു തെറ്റുകാരനെ കണ്ടാൽ പാർട്ടിയിൽ നിന്ന് തൽക്ഷണം പുറത്താക്കുന്ന കോൺഗ്രസ് പാർട്ടി ഇവർ വിമർശിക്കുകയാണ്. ഈ സോണിയാഗാന്ധിയിലേക്ക് വിമർശനങ്ങൾക്കൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കണ്ട 1-2 വീഡിയോകളാണ്. രാജു നാരായണസ്വാമി വളരെ സജീവമായി ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനെതിരെ വിമർശനങ്ങളുമായിട്ട് നിന്ന സമയത്ത് സോണിയാഗാന്ധിയുടെ സഹോദരിക്ക് ഇറ്റലിയിൽ ഈ പുരാവസ്തുക്കൾ വിൽക്കുന്ന ഒരു ഷോപ്പ് ഉണ്ടെന്നും ഇന്ത്യയിലെ പല പുരാവസ്തുക്കളും സോണിയാഗാന്ധി വഴി അങ്ങോട്ടേക്ക് കടത്തിയിട്ടുണ്ട് എന്നൊരു ആരോപണം രാജു നാരായണസ്വാമി ഉന്നയിച്ചിരുന്നു. രാജു നാരായണസ്വാമിയുടെ വിശ്വാസ്യതയൊക്കെ എന്നേ നഷ്ടപ്പെട്ടതാണ്. ഇപ്പൊ ഇവിടെയാണ് ഇത് കണക്ട് ചെയ്യുന്നത്. ഇവിടെ കണക്ട് ചെയ്താലും
എന്റെ ചോദ്യം എന്ന് പറയുന്നത്, ശബരിമലയിൽ എറിഞ്ഞു പൊട്ടിക്കുന്ന തേങ്ങയുടെ ഒരു കഷ്ണം പോലും അവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങളെ ഭേദിച്ചുകൊണ്ട് പുറത്തു കൊണ്ടുവരാൻ കഴിയാത്തത്രത്തോളം സുരക്ഷാ സംവിധാനങ്ങളുള്ള ശബരിമലയിൽ നിന്ന് ഈ പറയപ്പെടുന്ന ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റും കുറച്ച് ഉദ്യോഗസ്ഥരും ഒരു ഉടായിപ്പ് പോറ്റിയും ചേർന്ന് കടത്തിക്കൊണ്ടുപോയി അതിന് പകരം ഡ്യൂപ്ലിക്കേറ്റ് അടിച്ച് അവിടെ കൊണ്ട് വെച്ചു എന്ന് പറയുമ്പോൾ ഈ കേരള പോലീസ് എന്തിനാണ് അവിടെ സുരക്ഷ കൊടുക്കുന്നത്? കേരള പോലീസ് എന്തിനാണ് ദേവസ്വം ബോർഡ് പോലൊരു സംവിധാനം ഉണ്ടാക്കി വെച്ചതിന് ഒരു മന്ത്രിയും വെച്ച് സ്റ്റേറ്റ് കാർ കൊടുത്തു? ദേവസ്വം ബോർഡിന്റെ ചെലവുകളൊക്കെ ദേവസ്വത്തിന്റെ ഫണ്ടിൽ നിന്നാണ്, പക്ഷെ മന്ത്രിയുടെ ചെലവുകൾ പോകുന്ന പൊതുഖജനാവിൽ നിന്നാണല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു മന്ത്രിയും വെച്ച് അവിടെ തുറന്നു വെച്ചിരിക്കുന്നതെന്ന് ചോദ്യം അവിടെ ബാക്കിയാണ്. അപ്പോഴും ഇടതുപക്ഷം പറയുന്നു ഇതിൽ അവിടുത്തെ മന്ത്രിക്കോ ദേവസ്വം പ്രസിഡന്റിനോ ഒന്നും പങ്കില്ല, പ്രതിപക്ഷത്തിരുന്ന കോൺഗ്രസ് അടുത്ത് ചെയ്തതെന്ന് പറയുന്നു. അവർ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ്. ആദ്യം പറയുന്നത് അവിടുത്തെ ഉദ്യോഗസ്ഥർ ആണ് ഇത് മോഷ്ടിച്ചത്. അങ്ങനെയൊക്കെ മോഷ്ടിക്കാൻ പറ്റുമെങ്കിൽ എന്ത് സുരക്ഷയാണ് നിങ്ങൾ ഈ നാട്ടിലുള്ള ആളുകൾക്ക് കൊടുക്കുന്നത്? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പറയപ്പെടുന്ന പല ക്ഷേത്രങ്ങൾ, ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള പല ഈ ഹരിപ്പാട് ക്ഷേത്രത്തിലൊക്കെ വലിയ സ്ട്രോങ് റൂമുകളുണ്ട്. അവിടെ കോടിക്കണക്കിന് രൂപ വില മതിക്കുന്ന വസ്തുക്കളുണ്ട്. ഇത് സ്വർണത്തിന്റെ മൂല്യം മാത്രമല്ല. കഴിഞ്ഞ ദിവസം എനിക്ക് ചിരി വന്നത്, ഒരാൾ പറയുന്നത് കേട്ടു, ഈ ശബരിമലയിലെ സ്വർണ്ണച്ചെമ്പിന്റെ അറ്റം ഒരു പീസ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഏലസിനുള്ളിൽ നിറച്ചു കൊടുത്താൽ കോടികൾ കിട്ടും, അതിനു വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുപോയത്. ഒരാൾ ഇത് പറയുന്നത് അങ്ങനെയല്ല. ഇതിന്റെ ഒരു സ്പിരിച്വൽ വാല്യൂ ഭയങ്കരമാണ്. നമുക്ക് ജയറാമിനെ പോലെ ഒരു നടന്റെ വീട്ടിൽ ഇത് കൊണ്ടുവച്ച് പൂജ നടത്തിയിട്ടുണ്ടെങ്കിൽ, അപ്പോ ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള ഹൈന്ദവ ജനത അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് ശബരിമല ശ്രീധർമ്മ ശാസ്താവ് കലിയുഗവരതനായ ശനിദോഷ നിവാരണകനായി ശബരിമലയിൽ, വാക്ക് ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല, ശബരിമലയിൽ കുടികൊള്ളുന്ന ആ ഭഗവാന്റെ സ്വത്ത് അതിന്റെ കടൽ കടന്നെത്തിയാൽ കിട്ടുന്ന ഒരു സ്പിരിച്വൽ വാല്യൂ ഉണ്ട്. പക്ഷെ ഇത് കടൽ കടന്ന് പോയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് ഇവിടെ തന്നെയാണ്. ഇപ്പോഴത്തെ അന്വേഷണ പ്രകാരം ഇന്ത്യയിൽ തന്നെ ഈ സാധനം ഉരുക്കി മാറ്റി സ്വർണം വേർതിരിച്ചെടുത്തു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ ഇപ്പോഴത്തെ അന്വേഷണത്തിൽ എത്ര സ്വർണം പോയിട്ടുണ്ടെന്ന് പോലും അന്വേഷണത്തിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇനി സോണിയാഗാന്ധി രാഹുൽ ഗാന്ധിയെ കേരളത്തിൽ വിട്ട് മന്ത്രി MP ആക്കിയത് ഇതിനു വേണ്ടിയിട്ടാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതെ, കൊണ്ടുപോയ പെട്ടികളും കൂടി ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പെട്ടികളിലാക്കി വെറുതെ ഇങ്ങനെ ഡ്രസ്സാണെന്നൊക്കെ പറയുന്നതല്ലേ. ഇപ്പൊ ഈ രാഹുൽ ഗാന്ധിയുടെ പെട്ടിയിൽ സ്വർണ്ണമായിരുന്നു ആയിരിക്കാം. പക്ഷെ അതുകൊണ്ടായിരിക്കാം പണ്ട് നീലപ്പെട്ടി പാലക്കാടൊക്കെ നടക്കേണ്ടി വന്നത്. അപ്പൊ എന്ത് വിഡ്ഢിത്തങ്ങളൊക്കെയാണ് ഇവർ എഴുതി. ഇവിടെ ആരും ഞാനൊരു കാര്യം പറയാം, ഞാൻ ഒരിക്കലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ശബരിമല സ്വർണ്ണക്കൊള്ളയിലുണ്ട് എന്ന് വാദിക്കുന്ന കൂട്ടത്തിൽ ഒരാളല്ല. സ്വാഭാവികമായിട്ടും അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന ഒരു സർക്കാർ ഇവിടെ ഭരിക്കുമ്പോൾ, അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന ഒരു ദേവസ്വം ബോർഡ്, ഇപ്പം കടകംപള്ളി സുരേന്ദ്രനെതിരെയും തെളിവുകൾ വരാതെ ഞാനത് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അവിടെ ഒരു കൊള്ള നടന്നിട്ടുണ്ടെങ്കിൽ അത് നടക്കാതിരിക്കാനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് സർക്കാരായിരുന്നു. ആ അർത്ഥത്തിൽ സർക്കാർ ഇതിൽ പ്രതിയാകുന്നത് അങ്ങനെയാണ്. പക്ഷെ അതിലൊരു ഡൗട്ട് ഉണ്ട് ചേട്ടാ. ഇപ്പോ 2019 ഇങ്ങനെ ഒരു കുറ്റം നടന്നിട്ടുണ്ട്. ഇപ്പോൾ 2025 ഇതൊരു വിഷയമാകുന്ന സമയത്ത് ഉറപ്പായും പിണറായി വിജയനും കടകംപള്ളി സുരേന്ദ്രനും എല്ലാം ഇതിനെപ്പറ്റി ഇപ്പോഴൊരു ധാരണ ഉണ്ടാകുമല്ലോ. അപ്പോൾ രാഷ്ട്രീയം മാറ്റിവെച്ച് ഈ നടന്നത് തെറ്റാണെന്നും നിങ്ങൾ ചെയ്ത തെറ്റുകാരാണെന്നും കുറ്റവാളികൾ ഇതാ എന്നും പറഞ്ഞ് കൊടുക്കുന്നറിയോ. ഇങ്ങനെ ഒരു വന്നപ്പോഴും ഞങ്ങൾ അന്വേഷണത്തിൽ ഇറങ്ങിയ സാഹചര്യം നമുക്കറിയാം. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് അന്വേഷണം വരുന്നത്. അന്വേഷണത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്തു. ശരി, നിങ്ങൾ ആ പ്രതികളെ എന്തിനാണ് ഇപ്പോഴും പാർട്ടി മെമ്പർമാരായി ചേർത്ത് വെച്ചിരിക്കുന്നത്? നിങ്ങളുടെ നിലപാട് ശരിയായിരുന്നെങ്കിൽ അവരെ എന്തുകൊണ്ട് നിങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നില്ല? ഈ ചോദ്യമാണ് അവിടെ ഉയർന്നു വരേണ്ടത്. ഇനി എനിക്ക് വേറൊരു സംശയം എന്താണെന്നറിയോ, ഈ സോണിയാഗാന്ധിയൊക്കെ ഇത്രയും വലിയ മണ്ടന്മാരായിരുന്നു. കാര്യം അവര് സ്വർണം ഡീൽ ചെയ്ത സമയമാണല്ലോ, സ്വർണം കൊടുത്തതിന് പകരമാണല്ലോ ചരട് കെട്ടി കൊടുത്തത്. നല്ല പരിപാടിയാണ്. എത്ര കിലോ സ്വർണം കൊടുക്കുമ്പോൾ ഒരു ചരട്. എന്തായാലും എന്നിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ. അല്ലെ, സഖാക്കന്മാർക്ക് എന്താ ഇവർ ചോറല്ലേ കഴിക്കുന്നത്? എനിക്ക് മനസ്സിലാകാത്തോട് ചോദിക്കുക. ആരെങ്കിലും ഒരു വലിയ കൊള്ള നടത്തിയിട്ട് അതിന്റെ ഫോട്ടോ എടുത്ത് പുറത്തു വിടുവോ? ഇപ്പൊ മേഘ ഒരാളെ വിട്ടിട്ട് ഒരു കൊള്ള നടത്തി, എന്നിട്ട് മേഘ അയാളും കൂടെ ചേർന്ന് വിറ്റ സന്തോഷത്തെ നിങ്ങൾ ചേർന്ന് ഒരു സെൽഫി എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇടുവോ? അപ്പൊ സോണിയാഗാന്ധി അത്ര വലിയ മണ്ടിയായിരുന്നു, എനിക്കറിയാൻ വയ്യ. എന്തിനാണ് ഇങ്ങനെ ഇപ്പൊ ഈ പോറ്റി കയറ്റിയ പാട്ട് അത് ഇലക്ഷൻ കഴിഞ്ഞ് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ കെട്ടടങ്ങേണ്ടുന്ന ഒരു ട്രെൻഡിനെ ഇത്രയും മ്ലേച്ഛമായ തരത്തിലേക്ക് എത്തിച്ചത് ഈ റഹീമിനെ പോലെ, രാജു അബ്രഹാമിനെ പോലെയൊക്കെയുള്ള നേതാക്കന്മാരാണ്. എന്നിട്ട് ഇതിന്മേൽ കേസെടുക്കാൻ നിർദ്ദേശം കൊടുത്തിട്ട് അവസാനം പണി വാളും. ഇത് കേസെടുക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നു മോദിയോട് പറയണം, ഒരു വന്ദേ ഭാരത് എക്സ്പ്രസ് 2 എണ്ണം ഫുള്ളായിട്ട് തരണം. കാരണം ഈ പ്രതികളെ കൊണ്ടുപോകണ്ടേ കോടതി ഹാജരാക്കാൻ? എങ്ങനെ കൊണ്ടുപോയി ഷെയർ ചെയ്ത് പറയാം? വേഗം അടക്കം കൊണ്ടുപോകാനിരിക്കുകയാണ്. ഞാനിങ്ങനെ ആലോചിച്ചിരിക്കും, എപ്പോഴാണ് ഇവിടെ പോലീസ് വരുന്ന വേഗം ഇവനെ കൊണ്ടുപോകാനെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് കേസേ വേണ്ടാന്ന് റദ്ദാക്കി. അതോടുകൂടി ആ പാട്ടിന്റെ ട്രെൻഡ് തീർന്നു. അപ്പൊ പൊതുവിലും എല്ലാരും പറയും, ഒളിച്ചു വെക്കുമ്പോഴും മറച്ചു വെക്കുമ്പോഴും ഒരു സാധനം വേണ്ട എന്ന് പറയുമ്പോഴുമാണ് അത് ചെയ്യാനുള്ള. ഇതിനെപ്പറ്റി കഴിഞ്ഞ ദിവസം ഞാൻ ഹർഷയെ സംസാരിക്കായിരുന്നു.
ഈ ഇടതുപക്ഷം ഇപ്പൊ ഈ CPM-ന്റെ സൈബർ പോരാളികൾ ഒരു വിവാദം ഉണ്ടാക്കുന്നു. ഒരു വിവാദം ഇങ്ങനെ കത്തി നിൽക്കുന്നു. പോറ്റിയ കെറ്റിയ ഗാനത്തിനെതിരെ മതസ്പർദ്ധ വളർത്തി, മത വികാരം വ്രണപ്പെടുത്തി എന്നൊക്കെ വിവാദം വരുന്നു. എന്നിട്ട് ഇവരുടെ മുൻനിര നേതാക്കൾ വരുന്നു, അങ്ങനെയൊന്നില്ല എന്ന് പറയുന്ന ഒരു നിലപാട് അറിയിക്കുന്നു. അപ്പൊ അവർ നിലപാടുകളുടെ രാജാവ് സ്വന്തമായി വിവാദങ്ങൾ ഉണ്ടാക്കി അവര് മുതിർന്ന നേതാക്കന്മാർ തന്നെയാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത്. മുതിർന്ന നേതാക്കന്മാർ തന്നെയാണ് ഈ പ്രശ്നം ഉണ്ടാക്കി. എന്നിട്ട് ഇവരുടെ അണികൾ എന്താ ചെയ്യുന്നത്? മറ്റേ എന്താണ്, കുറുക്കനെ നായേ എന്നൊക്കെ പറഞ്ഞിട്ട് മലപ്പുറത്തൊക്കെ വേറെ പാട്ടുണ്ടാക്കാണ്. ഇതേ ട്യൂണില് ഇത് നമ്മൾ ജയിക്കിന്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ സർക്കാസ്റ്റിക് ആയിട്ട് പറഞ്ഞു പോയ കൂട്ടത്തില് അവിടെ ഒരോട്ടം ഞാൻ തമാശ രൂപയുടെ പറഞ്ഞാണ്. കാരണം എന്ന് പറഞ്ഞാൽ പറയാനുള്ള കാര്യം എന്താ, ഈ പറയപ്പെടുന്ന നമ്മുടെ മുൻ മന്ത്രി ശിവകുമാറിന്റെ അനിയനാണ് ഈ പറയപ്പെടുന്ന SIT അറസ്റ്റ് ചെയ്തിരിക്കുന്ന ദേവസ്വം ഉദ്യോഗസ്ഥൻ എന്ന തരത്തിൽ CPM-ന്റെ അരുൺകുമാർ അടക്കമുള്ള നേതാക്കന്മാർ ചാനൽ ചർച്ചകൾ വന്നിരുന്നു. അപ്പോ ഇത്തരത്തിൽ CPM-ന്റെ നേതാക്കന്മാർ പോലും കിട്ടുന്ന ഇൻഫർമേഷൻസ് വെച്ചിട്ട് ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്ന സാഹചര്യത്തെ കളിയാക്കിക്കൊണ്ടാണ് നമ്മളത് പറഞ്ഞത്. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതങ്ങനെ ആരും കാണാതെ ശ്രദ്ധിക്കാതെ പോയൊരു സാധനമാണ്. ഇതിൽ ഏതോ ഒരു വിരുദ്ധൻ ആ പോർഷൻ കട്ട് ചെയ്തിട്ടു. ഈ കട്ട് ചെയ്തിട്ടതിനെ കൊണ്ടുപോയിട്ട് എന്നെ വിമർശിക്കാൻ വേണ്ടി പലയിടത്തും ഇവർ ഇടുക. ഇത് കാണുന്നത് അയ്യോ ജയിക്കുന്ന വാർഡിൽ ഒരോട്ടേ കിട്ടിയുള്ളൂ. ഒരോട്ടല്ല എന്നുള്ളത് നമുക്കറിയാം, ഒരോട്ടേ കിട്ടിയുള്ളൂ. ഇത് ഇവര് വീണ്ടും 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 നമ്മളെ ടെംപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് വീണ്ടും ഇങ്ങനെ ഷെയർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. ഇതാണ് സത്യത്തിൽ ചില വിവാദങ്ങളൊക്കെ കാണുമ്പോൾ മിണ്ടാണെന്നിരിക്കുക, ഒരു പ്രശ്നമില്ല. ചില ആളുകളൊക്കെ നമ്മുടെ കമന്റ് ബോക്സ് വന്ന് ഭയങ്കര ചൊറിച്ചില്ല. സ്ഥിരമായി ചൊറിയുന്നവരെ നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കുമ്പോൾ അവന്മാർക്ക് തന്നെ ഈ ടൈപ്പ് ചെയ്ത് മടുക്കുമ്പോൾ നിർത്തിയിട്ട് പൊയ്ക്കോളും. മറുപടി കൊടുക്കാൻ നിൽക്കുമ്പോഴാണല്ലോ ഈ പ്രശ്നം ഉണ്ടാകുന്നത്. എന്തായാലും സോണിയാഗാന്ധി കാണിച്ചത് വളരെ മോശമായി പോയി. സ്വർണ്ണം എടുത്തിട്ടുണ്ടെങ്കിൽ നിരവാധികം നിങ്ങൾ മാപ്പ് പറയണം.